പറയുന്നത്. നമ്മുടെ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഹെൽത്തിന് അതിൻ്റെതായ ഒരു അലോക്കേഷൻ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ബജറ്റിലും ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് ബജറ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ വർഷവും ഹെൽത്തിന് മുടക്കുന്ന തുക കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോഴേക്കും അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ത്യയും പൊതുവെയും അങ്ങനെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നമ്മുടെ പ്രായമേറിയവരുടെ എണ്ണം കൂടി വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 16% ആൾക്കാർ പ്രായമേറിയവരാണ്, 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അത് 2021 സെൻസസ് പ്രകാരമുള്ളതാണ്. 2035 ആകുമ്പോഴേക്കും ഇത് ഏതാണ്ട് 23% ആകും എന്നുള്ളതാണ് ഒരു കണക്ക്. ഈ കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പോപ്പുലേഷന്റെ 4/1 ഏജ്ഡ് പോപ്പുലേഷനാണ്. ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഇപ്പം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കൂടി വരികയാണ്. NCD എന്നാണ് അതിന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടി വരുന്നു. ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായും ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം, ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗം, അതുപോലെ തന്നെ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, പിന്നെ ഇതൊന്നുമല്ലാതെ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അതിന് മറുവശത്ത് നിൽക്കുമ്പോഴേക്കും മറ്റൊരു കാര്യം, ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് സാംക്രമിക രോഗങ്ങളുടെ വർധനമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയുടെ വലിയൊരു ആശയം അത് 2025 ഇന്ത്യയിൽ നിന്നും TB നിർമ്മാർജ്ജനം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു അടുത്തുപോലും എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല.